പ്രിയമുള്ളവരെ, സംഘടനാ നേതാക്കന്മാരും സാമുദായിക നേതാക്കന്മാരും എല്ലാ ഘട്ടങ്ങളിലും പക്വതയോടുകൂടിയിട്ടായിരിക്കണം പ്രസ്താവനകൾ ഇറക്കേണ്ടുന്നതും കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടുന്നതും. ഇവിടെ ഹിജാബ് വിവാദമുണ്ടായ സന്ദർഭങ്ങളിൽ ജനപ്രതിനിധികളുടെ ഇടപെടലുകൾ കൃത്യമായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. അത് രണ്ട് മുന്നണികളുടെ ആളുകളും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ബഹുമാന്യനായ ഹൈബിയുടെ അദ്ദേഹം ആദ്യ ഘട്ടത്തിൽ തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയും അദ്ദേഹത്തോടൊപ്പം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും കൂടി ഇടപെടുകയും ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ഒത്തുതീർപ്പിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് ഇപ്പുറത്തു മറുവശത്ത് വർഗീയ വിദ്വേഷം രണ്ട് സമുദായങ്ങൾക്കിടയിൽ ഉണ്ടാക്കി അത് വോട്ടാക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ രണ്ട് സമുദായങ്ങളെ പരസ്പരം എങ്ങനെയൊക്കെ അകറ്റാൻ സാധിക്കുമോ, രണ്ടും ശത്രുക്കളാണ് എന്ന് എങ്ങനെയൊക്കെ വരുത്തി തീർക്കാൻ സാധിക്കുമോ ആ നിലയിലെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗം ആളുകൾ, ആ ആളുകൾ ഈ വിഷയത്തെ ആളിക്കത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ തടയിടുകയും ശമിപ്പിക്കുകയും ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രി അതോടൊപ്പം അദ്ദേഹവും നല്ല ഒരു നിലപാടെടുത്തു. കുട്ടിയോടൊപ്പം നിലകൊള്ളുമെന്നും അതേപോലെ കുട്ടിയുടെ അവകാശമാണ് അങ്ങനെ തട്ടം ധരിച്ചുകൊണ്ട് സ്കൂളുകളിലേക്ക് പോവുക എന്നും വിദ്യാഭ്യാസ വകുപ്പും ആ നിലയിൽ മുന്നോട്ട് പോയി. അപ്പോൾ ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് കൃത്യമായ നിലയിൽ കാര്യങ്ങൾ ചെയ്യുകയും എന്നാൽ അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തുള്ള പാർട്ടികൾ അതിൻ്റെ ധർമ്മം കൃത്യമായി നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഈ വിഷയം പറയാൻ കാരണം ബഹുമാന്യനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഈ വിഷയത്തിൽ ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. പ്രതിപക്ഷ പാർട്ടികൾ അതായത് കോൺഗ്രസും ലീഗുമടക്കം അതേപോലെ ബഹുമാന്യനായ ഹൈബിയുടെ NB അടക്കം ഈ വിഷയത്തിൽ കൃത്യമായ നിലയിൽ പ്രതികരിച്ചിട്ടില്ല, അല്ലെങ്കിൽ വേണ്ടുന്ന രീതിയിൽ ഇടപെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഇടപെടലിൻ്റെ തീവ്രത പോരാ എന്നൊക്കെ പറയുന്നത് കാണാൻ സാധിച്ചു. അതേപോലെ തന്നെ ഭരണപക്ഷത്തിലുള്ള പീസറിനെ പോലെയുള്ള ആളുകൾ ലീഗ് ഇടപെട്ടിരുന്നുവെങ്കിൽ പ്രശ്നം ഇത്ര വഷളാവില്ല, അല്ലെങ്കിൽ നേടിയെടുക്കാമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ലീഗിൻ്റെ നിലപാട് പക്വമായിരുന്നു. ലീഗും ഈ വിഷയത്തെ ആളിക്കത്തിക്കാൻ ശ്രമിച്ചിട്ടില്ല. നേരെ മറിച്ച് രണ്ട് സമുദായങ്ങളുടെ ഇടയിലുള്ള ഭിന്നിപ്പുകളെ കുറയ്ക്കുവാനും ലഘൂകരിക്കുവാനും പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് ഈ വിഷയത്തെ ഉൾക്കൊള്ളുവാനും പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് ഇതിന് പരിഹാരമുണ്ടാക്കാനും ശ്രമിക്കുകയാണ് അവരും ചെയ്തിട്ടുള്ളത്. ഇനി അങ്ങോട്ട് ചെയ്യേണ്ടുന്നതും അങ്ങനെ തന്നെയാണ്. ഇവിടെ ഞങ്ങളുടെ അവകാശമാണ് എന്നൊക്കെ പറഞ്ഞ് അത്തരം രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിലുപരി നേരെ മറിച്ച് നിയമങ്ങളും അവകാശങ്ങളും അവകാശവാദങ്ങളും ഒക്കെ ഉണ്ടായിരിക്കെ തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ ചർച്ചകൾ നടക്കെ തന്നെ, അതിൻ്റെ നിയമപരമായ വശങ്ങളുടെ പോകെ തന്നെ സമുദായങ്ങൾ തമ്മിലുള്ള അകലങ്ങൾ കുറച്ചുകൊണ്ട് വളരെ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് നമ്മൾ ഇനിയും പോകേണ്ടുന്നത്. അത് ഈ വിഷയത്തിൽ എന്നല്ല ഏതൊരു വിഷയത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം അതാണ്. അപ്പോൾ രാഷ്ട്രീയക്കാരായിരുന്നാലും മത നേതാക്കന്മാരായിരുന്നാലും ആരായിരുന്നാലും ഇടപെടുമ്പോഴും സംസാരിക്കുമ്പോഴും വളരെ സൂക്ഷ്മതയും പക്വതയും പാലിക്കേണ്ടതുണ്ട്. അതായത് സമുദായങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മനുഷ്യർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, മതങ്ങൾ തമ്മിലുള്ള വിഷയങ്ങൾ, അതിനെ സൗഹാർദ്ദപരമായിട്ട് അതിനെ തീർപ്പ് കൽപ്പിക്കുകയാണ് വേണ്ടത്, അതിനെ ആളിക്കത്തിക്കുകയല്ല വേണ്ടത്. നമുക്കറിയാം ചില സാമുദായിക നേതാക്കന്മാർ SNDP പോലെയുള്ള സാമുദായിക സംഘടനയുടെ നേതൃത്വത്തിലിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ആളുകൾ വളരെ നിരുത്തരവാദപരമായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിക്കാറുണ്ട്, വളരെ തീവ്രപരമായിട്ടുള്ള ചില സമീപനങ്ങൾ സ്വീകരിക്കാറുണ്ട്. ആ സമീപനങ്ങൾ നമുക്ക് ഭൂഷണമല്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ SNDP യോഗത്തിൻ്റെ ഇതിൽ പ്രവർത്തിക്കുന്ന അണികളോ അതിൻ്റെ അനുയായികളോ ഒന്നും നമുക്ക് ശത്രുക്കളല്ല, ഇങ്ങോട്ടും ശത്രുക്കളല്ല. നേതാക്കന്മാർ അത് പ്രഖ്യാപിക്കുമ്പോൾ ആ വിഷയത്തെ അണികളെ പറഞ്ഞ് മനസ്സിലാക്കി അത്തരം ആളുകളെ തിരുത്തി നല്ല നിലയിലേക്ക് അവരെ കൊണ്ടുപോകുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളിലൊക്കെയും ഇടപെടുമ്പോഴും സംസാരിക്കുമ്പോഴും നമ്മൾ കുറച്ചും കൂടി സൂക്ഷ്മത പാലിക്കാവുന്നതാണ്. എല്ലാവർക്കും നന്ദി.